ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാമ്പഴ പുളിശ്ശേരിയാണ്. അതിനായിട്ട് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. ഞാനിവിടെ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അരിഞ്ഞ് വെച്ച മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ട് എത്രത്തോളം ചാറ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കറിയിലേക്ക് അരപ്പുണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ല ജീരകം, ഒരു 3 പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് റെഡി വന്നിട്ടുണ്ട്. നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് തിക്കായിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചാറ് ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളച്ച് വരണം. അതിന് ശേഷം നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ കുറച്ച് അധികം കൂട്ടി കൊടുക്കുന്നുണ്ട്, കുറച്ച് സ്പൈസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് തൈര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. തൈര് ഒഴിക്കണേക്കാൾ മുമ്പായിട്ട് സ്റ്റവ് ഓഫ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോണ പോലെ ഇങ്ങനെ തരി പോലെ ആവും. ഇനി നമുക്ക് അതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉലുവ ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കണം. അതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു 5-6 ഉണക്കമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില. എന്നിട്ട് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.